യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 40 മുതലുള്ള തിരുവചനങ്ങളിൽ യേശു കഫർനാമിലെ ഒരു രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നതായി നാം വായിക്കുന്നുണ്ട്. ഈശോ കഫർനാമിൽ എത്തുമ്പോൾ രാജസേവകൻ പറയുന്നുണ്ട്, യേശുവേ, എൻ്റെ മകൻ മരിക്കാൻ പോകുന്നു, അതിനു മുമ്പ് അവനെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. അവൻ്റെ വിശ്വാസം കണ്ട് ഈശോ പറയുന്നുണ്ട്, അവൻ മരിക്കുകയില്ല, ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. രാജസേവകൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഭൃത്യന്മാർ വന്ന് പറയുന്നുണ്ട്, അവൻ്റെ പനി പൂർണ്ണമായി വിട്ടുമാറി. 7-ാം മണിക്കൂറിലാണ് യേശു അവൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞത്. ആ 7-ാം മണിക്കൂറിൽ തന്നെ തൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചതറിഞ്ഞ് രാജസേവകനും കുടുംബവും ക്രിസ്തുവിൽ വിശ്വസിച്ചുവെന്ന് നാം വായിക്കുന്നുണ്ട്. കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസമെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിലുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പറയുന്ന വാക്കുകൾക്കും ചെയ്യുന്ന പ്രവൃത്തികൾക്കും എപ്പോഴും പൊരുത്തം വേണമെന്ന് പറയാറുണ്ട്. 2 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്ത സഹോദരൻ കഠിന അധ്വാനവും പ്രാർത്ഥനയും വിശ്വാസമുള്ള മനുഷ്യനാണ്. ഇളയ സഹോദരൻ മടിയനും സ്വാർത്ഥ താല്പര്യവുമുള്ളവനാണ്. മൂത്ത സഹോദരൻ ഒരിക്കൽ കഷ്ടപ്പെട്ട് ഭക്ഷണത്തിന് വേണ്ടി ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. കുറേ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഒരു പക്ഷി കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് കാണുന്നുണ്ട്. അദ്ദേഹം ഈ പക്ഷിയെ അതിൽ നിന്നും സ്വതന്ത്രമാകുവാൻ സഹായിക്കുന്നുണ്ട്. പറന്നുപോയ ഈ പക്ഷി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിളുമായി തിരിച്ചു വരുന്നുണ്ട്. സന്തോഷത്തോടെ കൊണ്ടുവന്ന ഈ ആപ്പിളിന് സ്വർണ്ണ നിറമുണ്ടായിരുന്നു. സന്തോഷത്തോടുകൂടെ അത് തുറന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് രത്നക്കല്ലുകളും മുത്തുകളും ഇരിക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ഈ കാഴ്ച കണ്ടു. അയാളും ഇത് കണ്ട് അന്വേഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. കുറേ അന്വേഷിച്ച് വൈകുന്നേരമായപ്പോഴാണ് ഒരു പക്ഷി ഇതുപോലെ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അതിനെ അയാൾ സ്വതന്ത്രനാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പക്ഷിയും തിരിച്ചു വന്നു. വെറുതെ ഒരു ആപ്പിൾ മാത്രം. ആകാംക്ഷയോടെ ഇത് പൊട്ടിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കല്ലും മണ്ണും മാത്രം. നാം ചെയ്യുന്നതാണ് പ്രതിഫലമായി നമുക്കും ലഭിക്കുക. സുതാര്യമായ ജീവിതം നയിക്കുമ്പോഴാണ് വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് നമുക്കും സാധിക്കുക. ഈ നോമ്പുകാലത്ത് നാം പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തികളും ഒരുപോലെ കൊണ്ടുപോകുവാനായിട്ട് നമുക്കും സാധിക്കട്ടെ.